ഹലോ ഗൈസ്. നെക്സ്റ്റ് സൂര്യ മൂവി ആയിട്ടുള്ള വിശ്വനാഥ് ആൻഡ് സൺസിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് തന്നെ ഉള്ളൂ, ചെറിയ ട്രെയിലർ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ലക്കി ഭാസ്കറിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വെങ്കി അറ്റൂരി തന്നെയാണ് ഈ സൂര്യ ചിത്രവും സംവിധാനം ചെയ്യണത്. മമിത ബൈജു ഉണ്ട്, സൂര്യ ഉണ്ട്, പിന്നെ ഒരു ചെറിയ കുട്ടി. ആ ചെറിയ കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്റ്റോറി മൊത്തം പോണത്. ട്രെയിലർ കണ്ടിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചാൽ, ഇതിന് മുൻപേയും വിശ്വനാഥ് ആൻഡ് സൺസിന്റെ എല്ലാ അപ്ഡേറ്റ്സ് ഇറങ്ങിയ സമയത്തും അതൊരു ഫാമിലി മൂവി ആയിട്ട് തന്നെയാണ് അവരത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും. അത് മാത്രമേ അതിൽ കിട്ടിയിട്ടുള്ളൂ. ട്രെയിലറിലും അങ്ങനെ തന്നെയാണ്, അതിൽ എക്സ്ട്രാ ഒരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഡ്രാമ മൂവി ആ രീതിയിലേക്ക് പോയി കാണാനാണ് നല്ലത്. പിന്നെ ചെറിയ ചെറിയ ഫൈറ്റ് ഒക്കെ സൂര്യക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഇമോഷണൽ സാധനമായിരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു പ്രശ്നം വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സീരിയൽ ടൈപ്പ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോവാൻ ചാൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആവാനേ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. ഒരു വാരിസ് ടൈപ്പ് ഒക്കെ വരും. എനിക്ക് വാരിസ് ഒന്നും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവിയല്ല, ഒരു പക്ക സീരിയലാണ് അതൊക്കെ. അപ്പൊ ആ ഒരു ടൈപ്പിലേക്ക് വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു മൂവിയാണ് ഈ വിശ്വനാഥ് ആൻഡ് സൺസ്. അപ്പൊ എന്താവുമെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അടുത്ത നെക്സ്റ്റ് വീക്ക് ആണ്, ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു റിലീസ്. അപ്പൊ എന്തായാലും പോയി കണ്ടു നോക്കാം, അപ്പോഴേ അറിയൂ. ഇനിയിപ്പോ അണ്ണന് വാരിസ് കിട്ടിയ പോലെ സൂര്യക്ക് ഇരി കിട്ടാൻ പോണതാണോ ഇത് എന്ന് പറയാൻ പറ്റില്ല. കറുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസ് കൊമേഴ്സ്യൽ സക്സസിൽ നിൽക്കുകയാണ് സൂര്യ. അപ്പോ അതിന്റെ ഇടയിലാണ് ഇത് വരാൻ പോണത്. നല്ലൊരു ഫാമിലി മൂവിയൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് പക്കയാണ്. നല്ലൊരു സാധനം ഇപ്പൊ ആവശ്യം തന്നെയാണ്. പുള്ളി കുറച്ചായി ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. പക്ഷെ നല്ലൊന്നും ആവണം. അത്രയ്ക്കൊരു എക്സ്ട്രാ ഓർഡിനറി സ്ക്രിപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐനോ ലക്കി ഭാസ്കറിന്റെ ഡയറക്ടറാണ്, പക്ഷെ ലക്കി ഭാസ്കറിന്റെ തീം എന്നൊക്കെ പറയുന്നത് ഒരു വേറെ ലെവൽ തീമല്ലേ. എല്ലാവർക്കും ഇനി എന്ത് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോ ഇതൊരു ഫാമിലി ഡ്രാമ ഇതിലേക്ക് വരുമ്പോ അറിയില്ല, നമുക്കറിയില്ല ഇനിയിപ്പോ ഇതില് എന്തെങ്കിലും ട്വിസ്റ്റോ ടേൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും കണ്ടു കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും നല്ലതാവട്ടെ. ഇനി എന്തായാലും അടുത്ത ലൈനപ്പ് ജിത്തു മാധവന്റെ പടം വരാനുണ്ട്. അതിലാണ് നെക്സ്റ്റ് സൂര്യയുടെ ഒരു പ്രതീക്ഷ. അതായത് ഒരു എല്ലാം കൊണ്ടും ഒരു സ്ക്രിപ്റ്റ് വൈസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു നമുക്ക് വേണ്ട മേക്കിംഗ് സൈഡ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമായിട്ട് എനിക്ക് ജിത്തു മാധവന്റെ നെക്സ്റ്റ് വരാൻ പോണ മൂവിയാണ് എനിക്ക് പ്രതീക്ഷ ഉള്ളത് സൂര്യയുടെ. ഇപ്പൊ കറുപ്പൊക്കെ ആണെങ്കിലും എത്രയൊക്കെ പറഞ്ഞാൽ അതൊരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ ബ്ലാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അല്ലാതെ കീറിമുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറി ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരിക്കില്ല. അപ്പൊ എല്ലാം തികഞ്ഞൊരു മൂവിയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു മാധവന്റെ മൂവിയാണ്. അപ്പൊ ലെറ്റ്സ് സീ, നോക്കി കാണാം. അപ്പൊ നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ.